മാലൂർ പൂവംപോയിൽ ഗവൺമെൻറ് LP സ്കൂളിനെ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. KK ശൈലജ MLA അധ്യക്ഷയായി. 1,44 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രഥമ ശ്രേണിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക പരിഷ്കാരങ്ങളുടെയും അഭിമാന ചരിത്രം കേരളം ലോകത്തിന് കാണിച്ചു കൊടുത്തു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ ഭരണകാലം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാകിരണം മിഷൻ, സബ്ജക്ട് മിനിമം പദ്ധതി, വിദ്യാർത്ഥികളുടെ ക്രിയാത്മകതയും വിമർശനാത്മകവും ചിന്തയും വളർത്തുന്ന പാഠ്യപദ്ധതി പരിഷ്കാരങ്ങൾ, വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഇൻക്ലൂസീവ് സ്പോർട്സ്, കേരള സ്കൂൾ ഒളിമ്പിക്സ് തുടങ്ങിയവ കേരളത്തെയാകെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാതൃകയാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും പഠനാവകാശം ഉറപ്പാക്കുന്നതിനും ഉള്ള പദ്ധതികൾ മുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠന പിന്തുണകൾ വരെ കേരളം ജനാധിപത്യപരവും ഉൾക്കൊള്ളലിൽ ഊന്നിയുമായ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മാതൃകയാണ്. 2023 പൂവംപോയിൽ ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 1,44 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുന്നു. 2023 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ കെട്ടിടം ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഏറെ അഭിമാനത്തോട് ഈ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V. ഹൈമാവതി, ജില്ലാ പഞ്ചായത്ത് അംഗം V. ഗീത, മാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചമ്പാടൻ ജനാർദ്ദനൻ, പ്രേമി പ്രേമൻ, C. രജനി, രമേശൻ കോയിലോടൻ, രേഷ്മ സജീവൻ, ശ്രീകല സത്യൻ, K. രാജേഷ്, AS വിജേഷ്, ശകുന്തള, മട്ടന്നൂർ വിദ്യാഭ്യാസ ഓഫീസർ KK രവീന്ദ്രൻ, K. പവിത്രൻ, PV ജോർജ്, ബിന്ദു എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.